തണുത്ത വെള്ളം ചേർക്കാം. ഇത് മാങ്ങാ സംഭാരം. വേനൽക്കാലത്ത് നമുക്കുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ദാഹശമനിയാണിത്. ഇത് വളരെ രുചികരവുമാണ്, അതുപോലെ വയറിനും ശരീരത്തിനും എല്ലാം നല്ലതാണ്. ഒരു പച്ചമാങ്ങായും അല്പം തൈരും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് മാങ്ങാ സംഭാരം. ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്തോരം വെള്ളം വേണോ ആവശ്യത്തിന് എടുക്കാൻ അതിന് മാത്രമുള്ള പച്ചമാങ്ങ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് മുഴുവൻ എടുക്കുന്നില്ല. 2 ഗ്ലാസ് സംഭാരമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനാവശ്യമുള്ള പച്ചമാങ്ങായി എടുക്കുന്നുള്ളൂ. കുറച്ച് കറിവേപ്പില, എരിവിന് 1 പച്ചമുളക്, എരിവിനനുസരിച്ച് നമുക്ക് വേണേൽ കുറയ്ക്കാം കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 ചുവന്നുള്ളി, 1/2 കപ്പ് തൈര്, ഉപ്പ്, ഐസ്, തണുത്ത വെള്ളം. മാങ്ങ അതേ ഞാനിതിൻ്റെ 3/4 ഭാഗം എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ചതകല്ല് ചതച്ചതാണ്. ഇനി ഈ മാങ്ങ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകണമെന്നില്ല, ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർക്കുവാണ്. അത് വെള്ളമൊന്നും ചേർക്കാതെ ഇത് ചതച്ചെടുക്കാം. മാങ്ങ ഇതുപോലെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ മാങ്ങ ചതച്ച ജാറിലേക്ക് തന്നെ ഈ തൈരും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം തൈരും ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കൂട്ടിയെടുക്കാം. ഇഞ്ചി ചതച്ചത്, ചുമന്നുള്ളി ചതച്ചത്, പച്ചമുളക്, ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ച് വേണം ചേർക്കാൻ. കുറച്ച് ഐസ് ക്യൂബ്സ്, തൈര്, ഉപ്പ്, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഈ ചൂട് കാലത്തേക്ക് ഹെൽത്തിയായ ഇതുപോലെയുള്ള പാനീയങ്ങളൊക്കെ കുടിക്കണം. അത് വയറിനും നല്ലതാണ്, നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. തണുത്ത വെള്ളം ചേർക്കാം. വേനൽക്കാലത്ത് നമുക്കുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ദാഹശമനിയാണിത്. ഇതൊരു 2 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. മാങ്ങാ സംഭാരം റെഡിയായി. സെർവ് ചെയ്യാനായിട്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു പച്ചമാങ്ങായും അല്പം തൈരും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് മാങ്ങാ സംഭാരം. നിങ്ങൾ തീർച്ചയായും ഇതുണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.